നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IRGCയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി തുടർച്ചയായ 6 ദിവസവും അതിശക്തമായ ആക്രമണങ്ങളാണ് ഇറാന് നേർക്ക് അമേരിക്ക തൊടുക്കുന്നത്. ഇക്കഴിഞ്ഞ രാത്രി ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു. ബന്ദർ അബ്ബാസിലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന ആക്രമിച്ച് തകർത്തു. തെക്കൻ ഇറാനിലുള്ള 2 പാലങ്ങൾ തകർത്തു. ഇനി ഹോർമുസ് നിയന്ത്രിക്കുക ഇറാനായിരിക്കില്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പ്രതികരിച്ചു. അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ വടക്ക് ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്ന നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഒരു ചരക്ക് കപ്പലിന് നേർക്കും അമേരിക്കൻ സേന ആക്രമണം നടത്തി. കുറോസോയുടെ പതാകയുള്ള ബെൽമ എന്ന എണ്ണക്കപ്പലിന് നേർക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഭയാനകമായ തലത്തിലേക്ക് യുദ്ധം വളരുന്നു. ഇപ്പോഴിതാ ഇറാനെ ആക്രമിച്ച് തകർക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. വരുന്നയാഴ്ച 2 ദിവസങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് അറുതിയില്ല എങ്കിൽ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ഇറങ്ങും. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന അടുത്ത തല ആക്രമണങ്ങളിൽ ഇറാനെ നിലംപരിശാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇക്കഴിഞ്ഞ 5 ദിവസങ്ങളിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെച്ചത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദന കേന്ദ്രവും ഡ്രോണുകളുടെ നിർമ്മാണ കേന്ദ്രവും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു. ബഹിരാകാശ പദ്ധതിയുടെ ആസ്ഥാനമായ സെബ്നാൻ പ്രവിശ്യയ്ക്ക് നേരെയും ശക്തമായ ആക്രമണങ്ങൾ നടത്തി. തന്ത്രപ്രധാന ഇറാനിയൻ ദ്വീപായ ഗ്രേറ്റർ ടുൻബും ആക്രമിക്കപ്പെട്ടു. സംഘർഷം പുനരാരംഭിച്ചതിന് ശേഷം ആദ്യമായി വ്യാഴാഴ്ച ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് നേർക്കും രൂക്ഷമായ ബോംബാക്രമണങ്ങൾ. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഇറാനും USഉം തമ്മിൽ ആക്രമണം പുനരാരംഭിച്ചു. അവസാനം വരെ തങ്ങൾ പോരാടുമെന്ന പ്രഖ്യാപനവുമായി തുടർന്ന് IRGC ഇറങ്ങി. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്ക് നേരെയാണ് പിന്നീട് അവർ ശക്തമായ ആക്രമണങ്ങൾക്ക് തുനിഞ്ഞത്. ബഹ്റിൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ. UAEയുടെ നേർക്കും ഡ്രോൺ ആക്രമണങ്ങൾ തൊടുത്തു. അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ തങ്ങൾ ആക്രമിച്ച് തകർക്കും എന്ന IRGCയുടെ മുന്നറിയിപ്പ്. ട്രംപ് ഒട്ടും പതറിയില്ല. കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് യൂണിറ്റിന് ട്രംപ് നിർദ്ദേശം നൽകി. ഒടുവിൽ തുടർച്ചയായ 6ാം രാത്രിയിൽ ഇറാന്റെ വിമാനത്താവളങ്ങൾക്ക് നേരെയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അമേരിക്ക. ഖത്തർ, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്ക പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇറാനിൽ അമേരിക്ക വലിയ വിജയം നേടുകയാണ്. അധ്വാനത്തിന്റെ ഫലം നിങ്ങൾ വളരെ വേഗം കാണും. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ പിടി ലഘൂകരിക്കാൻ ടെഹ്റാൻ സമ്മർദ്ദം ചെലുത്തുന്ന ആക്രമണങ്ങൾക്ക് തുനിഞ്ഞു. അതാണിപ്പോൾ അവരുടെ സർവനാശത്തിന് കാരണം. അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ അമേരിക്ക തുടക്കമിട്ടു എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. കൂടുതൽ പാലങ്ങൾ വരും മണിക്കൂറുകളിൽ ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വ്യോമാക്രമണ ക്യാമ്പയിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുക. പക്ഷേ അത് തങ്ങൾ ആക്രമിച്ച് തകർക്കും. ഇതോടെ ഇറാന്റെ അന്ത്യമാകുമെന്നും ട്രംപ് പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ US സഖ്യകക്ഷി രാജ്യങ്ങൾക്കെതിരെ ഇറാൻ പുതിയ മിസൈൽ ആക്രമണങ്ങൾ ഇതിനിടയിൽ നടത്തി. ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുമെന്ന് IRGCയുടെ മുന്നറിയിപ്പ്. ഖത്തറിന് നേർക്കും ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. മിസൈലുകൾ തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു എന്നാണ് ഖത്തർ ഭരണാധികാരികൾ പറയുന്നത്. തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ, സമുദ്രശേഷികൾ തുടങ്ങി ഡസൻ കണക്കിന് ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളെ അമേരിക്ക ആക്രമിച്ചു. ഇറാന്റെ തെക്കൻ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ പാലങ്ങൾക്ക് നേരെയായിരുന്നു അമേരിക്കയുടെ മറ്റൊരാക്രമണം. വെള്ളിയാഴ്ച രാത്രി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കിടയിലാണ് വലിയ തോതിൽ പാലങ്ങൾ തകർത്തത്. ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ തീരത്തുള്ള ബന്ദർ ഖമീർ എന്ന നഗരത്തിലായിരുന്നു മുഖ്യമായി ആക്രമണങ്ങൾ. ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും താൻ ആക്രമിക്കാൻ ഉത്തരവിടുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ചയായിരുന്നു ടെഹ്റാന് നൽകിയ മുന്നറിയിപ്പ്. ആക്രമണങ്ങൾ കനപ്പിക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, നയതന്ത്രത്തിനുള്ള വാതിലുകൾ തങ്ങൾ തുറന്നിട്ടിരിക്കുന്നുവെന്ന്. അവസാന നിമിഷമെങ്കിലും ടെഹ്റാന് സൽബുദ്ധി തോന്നാനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേശം. ഹോർമുസ് കടലിടുക്കിൽ നിരപരാധികളായ നാവികരെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കങ്ങൾ അനുവദിക്കില്ല എന്ന ഒരൊറ്റ വാശിയിലാണ് ട്രംപ്. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്ന് തടിയൂരി പിന്നോട്ട് വലിയാൻ
ട്രംപിനും കഴിയില്ല. പാലങ്ങൾക്കും ഇറാനിലെ വിമാനത്താവളങ്ങൾക്കും നേരെ അതിരൂക്ഷ ആക്രമണങ്ങൾ നടത്തിയതോടെ ഗൾഫിലെ US സഖ്യകക്ഷി രാജ്യങ്ങൾക്ക് നേരെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് IRGC നൽകി. ഇറാനിയൻ ഡ്രോണുകൾ കുവൈറ്റിന് നേർക്കും ബഹ്റിന് നേർക്കും പാഞ്ഞു. എന്നാൽ ശക്തമായ വ്യോമ പ്രതിരോധമാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തിയിൽ സൃഷ്ടിച്ചത്. ഇറാനിലെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഖുഷർ നഗരത്തിൽ 2 സ്ഫോടനങ്ങൾ കേട്ടു എന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്റ്റേറ്റ് TV-യാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയത്. അമേരിക്ക എന്ന ശത്രു രാജ്യത്തിന്റെ ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഈ സ്ഫോടന ശബ്ദമെന്ന് സ്റ്റേറ്റ് TV. ഹോർമുസ് കടലിടുക്കിന്മേൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നിപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് ഇറാൻ സൈനിക വക്താവ്. ഒരു കാര്യം വ്യക്തമാണ്, അടുത്തയാഴ്ച ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ കടുക്കും. അമേരിക്കയ്ക്കൊപ്പം ഇസ്രയേൽ കൂടി അണിചേരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ ഈ നിർദ്ദേശത്തോട് മുഖം തിരിച്ചു നിന്ന ട്രംപ് ഒടുവിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കനത്ത ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു. ഹോർമുസ് കടലിടുക്കിൽ ആദ്യം നികുതി ഏർപ്പെടുത്തുമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിൽ നിന്ന് ട്രംപ് പിൻവാങ്ങി. 20% നികുതി പിരിക്കുമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. പിന്നീട് നികുതി പിരിവുണ്ടാകില്ല, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് നിക്ഷേപം ഇറക്കും എന്നൊക്കെ ട്രംപ് വിശദീകരിച്ചു. ജോർദാന് നേർക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇതിനിടയിൽ ഇറാന്റെ സൈനിക വക്താവ് പറഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ലക്ഷ്യമിടാൻ US സേന ജോർദാനിലുള്ള വ്യോമത്താവളങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ജോർദാന് നേർക്ക് ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിർന്നുവെങ്കിലും ഒന്നും വിജയലക്ഷ്യം കൈവരിച്ചില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇറാനെ തച്ച് തകർക്കുക എന്ന ട്രംപിന്റെ വാശിയാണ് ഇപ്പോൾ യുദ്ധത്തിൽ പ്രകടമാകുന്നത്. മറുവശത്ത് ഇസ്രായേൽ കൂടി യുദ്ധമുന്നണിയിലേക്ക് കടന്നു വരുന്നതോടെ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾക്കാവും ഇനി ലോകം സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.